വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ലഗേജ്. സോ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 2 months ആയി ഞാൻ വീഡിയോ എടുത്തിട്ടും ഷൂട്ട് ചെയ്തിട്ടൊക്കെ. സോ ഞങ്ങൾ കേരളത്തിലായിരുന്നു. 1 month വെക്കേഷന് പോയി. ആൻഡ് അവിടെ മാരേജ് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായി. സോ ഇവിടെ തിരിച്ചെത്തിയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പേര് കൃഷ്ണ. ഞാൻ അവിടെ സ്കോട്ട്ലൻഡിലാണ് ജീവിക്കുന്നത്. സോ യൂഷ്വലി ആൾക്കാർ നാട്ടിലൊക്കെ പോകുമ്പോഴേക്കും കുറച്ചും കൂടെ വ്ളോഗിങ് ഒക്കെ കുറച്ച് സ്ട്രോങ് ആക്കുന്നത്. ഞങ്ങൾ കുറച്ച് ബിസി ആയതുകൊണ്ട് വിചാരിച്ചതാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് തന്നെ ചെയ്യാന്നുള്ളത്. സോ ടുഡേ ഞാനിവിടെ പൊള്ളോക്ക് ഷീസ് കൺട്രി പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ്. ആൻഡ് ഇത് ഇവിടെ ബേസിക്കലി സ്കോട്ട്ലൻഡിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. ഗ്ലാസ്ഗോ ഒക്കെ ആൾക്കാർ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു റാൻഡമിലി ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വരുന്ന ഒരു പാർക്കാണ് ഈ പൊള്ളോക്ക് ഷീറ്റ്സ്. ആൻഡ് നിങ്ങൾ സീരീസ് ഒക്കെ വാച്ച് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഔട്ട്ലാൻഡേഴ്സ് എന്ന് പറയുന്ന സീരീസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാർക്കിലാണ്. സോ നിങ്ങൾ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഈ പൊള്ളോക്ക് ഷീറ്റ്സ് കൺട്രി പാർക്ക്. സോ ഇന്ന് ഞാൻ ഇവിടുത്തെ വീഡിയോസാണ് കാണിച്ചു തരുന്നത്. ഹൈലൻഡ് സ്കൗസിന് നമുക്ക് ഇവിടെ നിന്ന് വിസിബിൾ ആവും. ആൻഡ് ഇവിടെ ഒരു കാസിൽ ഉണ്ട്, അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഗാർഡൻ, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ആക്ച്വലി. സോ കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ലാസ്റ്റ് വരെ ഇരുന്ന് കാണാം. ആൻഡ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ പാർക്കിങ്ങിൻ്റെ അവിടേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ അടിയിലൂടെയാണ്. ആൻഡ് നമ്മുടെ പേഴ്സണൽ വെഹിക്കിൾസിന് ഉള്ളിൽ കയറാനുള്ള പെർമിഷൻ ഉണ്ട്. ആൻഡ് അവിടെ തന്നെയാണ് കാർ പാർക്കിങ്ങും ഉള്ളത്. എൻട്രൻസിൻ്റെ അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പൊള്ളോക്ക് കൺട്രി പാർക്കിൻ്റെ മാപ്പ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഫർദർ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഈ കാണുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ഷട്ടിൽ ബസ്സസ് പാർക്കിൻ്റെ ഉള്ളിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് കവർ ചെയ്യാനും കാണാനും ആയിട്ട്. സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഫ്രീ സർവീസസ് ആണ്, അതുകൊണ്ട് അവർ പൈസയൊന്നും ചാർജ് ചെയ്യുന്നില്ല. സോ ഇതാണ് പാർക്കിൻ്റെ ഉള്ളിലോട്ടുള്ള മെയിൻ എൻട്രൻസ്. ഒരുപാട് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് വാക്കിങ്ങിനും ജോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വരാറുണ്ട്. ആൻഡ് ഇവർ ഡോഗ്സിനെ കൂട്ടിയിട്ടുള്ള വാക്കും ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈവനിങ്ങിൽ ഫാമിലിയുടെ കൂടെയുള്ള ഒരു പിക്നിക് വൈബിനോ നേച്ചറുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും റിലാക്സേഷനും ഒക്കെ നല്ല അടിപൊളി സ്പോട്ടാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ ഷട്ടിൽ ബസ്സാണ് ആ ദൂരെ പോകുന്നത്. സോ നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ആർക്കെങ്കിലുമൊക്കെ ആ ബസ് യൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത് ഹൈലൻഡ് കാറ്റിൽസിനെ കാണാനാണ്. നടക്കുന്ന വഴിയിലെല്ലാം ഇതേപോലെ സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും. സോ ഏത് ഡയറക്ഷനിലേക്കാണ് എന്നുള്ളത് അത് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സമ്മർ ആയതുകൊണ്ടാണ് ഇതേപോലെ ചെടികളും പൂക്കളൊക്കെ ആയിട്ട് ഇത്രയും ഭംഗിയിൽ ഈ ഭാഗമൊക്കെ നിൽക്കുന്നത്. വിൻ്റർ അടുക്കും തോറും ഈ ഭാഗത്തെ ചെടികളും മരങ്ങളും ഒക്കെ ഇല പൊഴിക്കും. പിന്നെ ഇതൊരു വരണ്ട പ്രദേശം പോലെ ആയിരിക്കും കാണാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കും. ഓൾമോസ്റ്റ് നമ്മളൊരു 15 minutes എൻട്രൻസിൻ്റെ അവിടെ നിന്ന് പാർക്കിൻ്റെ ഉള്ളിലോട്ട് നടന്നു. ആൻഡ് നമ്മൾ ഹൈലൻഡ് കാറ്റിൽസ് ഉള്ള ഭാഗത്തേക്ക് അപ്രോച്ച് ചെയ്തു. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് സ്കോട്ട്ലൻഡിലെ ഹൈലൻഡ് കൗ. ഈ ഒരു ഭാഗത്ത് കുറച്ച് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെയുള്ള ആൾക്കാർ തന്നെ വൈകുന്നേരങ്ങളിൽ കുട്ടികളെയൊക്കെ കൊണ്ട് ഈ പാർക്കിലോട്ട് നടക്കാനിറങ്ങും. സ്കോട്ടിഷ് ഹൈലൻഡ്സ് നല്ല തണുപ്പ് കൂടിയ പ്രദേശമായതുകൊണ്ടാണ് ആ ഒരു കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടി ഈ പശുക്കളുടെ ദേഹത്തൊക്കെ ഇത്രയും കട്ടിയുള്ള രോമമുള്ളത്. ആൻഡ് വിൻ്റർ കാലഘട്ടത്താണ് അത് ഏറ്റവും കൂടുതലായിട്ട് കാണാനും കഴിയുക. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹൈലൻഡ് കൗസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ അതിൻ്റെ കുറേ വീഡിയോസ് എടുത്തത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ വെക്കാം. ആക്ച്വലി ഇത് നമ്മളായിട്ട് ഭയങ്കര ക്ലോസറായിട്ടൊന്നും അങ്ങനെ വരാറില്ല. ഇത് അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയാണ് തോന്നുന്നു, തൊടാനൊക്കെ സമ്മതിച്ചു.
അപ്പം നമ്മൾ ഇവിടെ നിന്നായിരുന്നു നമ്മളുടെ എൻട്രി. നമ്മളങ്ങനെ നടന്ന് വന്ന് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെയാണ്. ആക്ച്വലി നമ്മൾ ഇവിടെയാണ് ആ കൗവിനെയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇനി നെക്സ്റ്റ് പൊളോക്ക് ഹൗസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാസിലിൻ്റെ ഒക്കെ ഒരു ഭാഗം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ബാക്കിലുള്ള വ്യൂ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്തോ ഒരു വാസ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെയെന്ന്. ഇനിയും ഒരുപാടുണ്ട്. ഞാനിത് ഇവിടെ ഒരു 3 or 4 ടൈംസ് ആണ്, ഇപ്പോൾ 3rd or 4th ടൈമാണ് ഞാനിവിടെ വരുന്നത്. ഇപ്പോഴും ഞാനത് ഫുൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നില്ല. എപ്പോഴും ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെത്തുമ്പോൾ മതി, നടന്നത് മതി, ഇനി വയ്യാന്ന് തോന്നും. വീഡിയോ ക്ലിപ്സ് ചെറിയ ക്ലിപ്സ് അല്ലേ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വലിപ്പം എത്രയാണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ബട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും ഇവിടെ ഉണ്ട്. ആൻഡ് ഇതേ പോയി അവിടെ കാണുന്നതാണ് ഈ പൊളോക്ക് ഹൗസ് എന്ന് പറയുന്നത്. സോ കുറേ പേരൊക്കെ ഈ പൊളോക്ക് ഹൗസിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ട് തിരിച്ചു പോവും. ബട്ട് ഈ ഭാഗത്ത് ഒരു ഹിഡൻ ഏരിയ ഉണ്ട്. ആൻഡ് അവിടെ നമ്മൾ എത്തണമെങ്കിൽ ആ ദൂരെ കാണുന്ന സ്റ്റെയർ നമ്മൾ കയറണം. ആൻഡ് ഫസ്റ്റ് ടൈം ഒന്നും ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കിത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ബട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട് എവിടെയാണിതെന്ന് തപ്പി പിടിച്ച് വന്നപ്പോഴാണ് ഈ സ്റ്റെയർ കയറി മുകളിലെത്തുമ്പോഴാണ് നമുക്ക് ആ ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടുക എന്ന് മനസ്സിലായത്. സോ എന്താണ് ആ വ്യൂ എന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടോളൂ. സോ ഇപ്പോൾ നമ്മളൊരു സ്നാക്ക് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ലിഡിലെ ബേക്കറി സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ക്രോസോൺ ഡോനട്ടൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ വാങ്ങിയത്. ഈ ചോക്ലേറ്റ് ഹേസൽനട്ട് ക്രോസൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ UK-ലുള്ളവരൊക്കെ ലിഡിലെ ബേക്കറി സ്ഥിരമായിട്ട് കഴിക്കുന്നതും കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഡോനട്ടൊക്കെ. നല്ല ഞങ്ങൾ ലിഡിൽ ചെന്നപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ജർമ്മൻ ഷെപ്പേർഡ് 2 എണ്ണം. ഹായ്. സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഗാർഡൻ ഏരിയയിലോട്ടാണ് നടന്നത്. ഈ പാർക്കിൽ തന്നെ ഒരു ചെറിയ ഭാഗം ഹെർബേഷ്യസ് ഗാർഡൻ ആക്കി ഇവർ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. അപ്പം നമ്മൾ ആ കാസിൽ പൊള്ളോക്ക് ഹൗസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ
ഇവിടെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. എന്തൊക്കെയോ സ്പീഷീസ് ഉള്ള ചെടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരുടെയും ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബെഞ്ച് പോലെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ചിലതൊക്കെ ലവിങ് മെമ്മറി ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. ആരെങ്കിലും ചിലപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ വന്നിരുന്ന ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ഇവിടെയുള്ള ആൾക്കാരൊക്കെ, ഈ ഭാഗത്ത് അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ മിക്ക ഈവനിങ്സും സ്ഥിരമായി വന്നൊരു സ്ഥലത്ത് ഇരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആരെങ്കിലും മരിച്ചു പോകുമ്പോഴാണ് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ എഴുതുക. ഇത് നല്ല രസമുണ്ട് അല്ലേ? ഇത് നോക്ക്. ഭയങ്കര വലിയ റോസ്. മുട്ട് നോക്കിയേ, മുട്ടിന്റെ വലിപ്പം നോക്കിയേ. ഞങ്ങള് ലാസ്റ്റ് ടൈം ഒരു 3 months ബാക്കാണ് ഇവിടെ വന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഇതിങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സ്പ്രിംഗ് സീസൺ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം വന്നു. സോ ഓൾമോസ്റ്റ് ഇപ്പോൾ മോർ ദാൻ 2 hours ഞങ്ങൾ ഈ പാർക്കിൽ ടൈം സ്പെൻഡ് ചെയ്യണു. ആൻഡ് ഈ ഒരു ബ്രിഡ്ജിൻ്റെയും കൂടെ വീഡിയോസ് എടുത്തതിന് ശേഷം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇത് ചെറുതായ ഈ ഒരു കനാൽ പാസ് ചെയ്യുന്ന വഴിയാണ്. ആൻഡ് ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഈ പാർക്കിൻ്റെ ഒരു 20% മാത്രമാണ് ഞാൻ വീഡിയോ എടുത്ത് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് ഇനിയും ഈ പാർക്കിൽ കാണാനുണ്ട്. സോ നിങ്ങൾ ഭയങ്കരമായി നേച്ചർ ലവിങ്ങും അല്ലെങ്കിൽ കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒട്ടും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിറ്റിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ഭാഗമാണിത്. സോ ഫാമിലിയുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ ഈ സ്പോട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങളിപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഈ ഈവനിങ് ഇന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോസാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇപ്പോൾ ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ പോപ്പപ്പ് ചെയ്ത് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് ടൈം ഒരു ബെറ്റർ വീഡിയോ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. സോ ബൈ ഫ്രം ലൈഫ് ആൻഡ് ലഗേജ്.